ദീനിയായ ചിട്ടകൾ പാലിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ഇടപഴകാൻ പാടില്ല, മറ്റുള്ളവരോട് കൂട്ടുകൂടാൻ പാടില്ല എന്നൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കോളേജിൽ പഠിക്കുമ്പോൾ നമ്മളെന്താണ്, നമ്മുടെ സഹപാഠികളും നമ്മുടെ കൂടെയുള്ള ആളുകളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിന്നാൽ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യും, തെറ്റിദ്ധരിക്കപ്പെടും. അപ്പോൾ അങ്ങനെ വിട്ടു നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നാൽ നമ്മൾ എന്തിനാണ് നമ്മൾ കോളേജിൽ പോകുന്നത്? പഠിക്കാനാണ്. അപ്പോൾ നമ്മുടെ പഠന കാര്യങ്ങൾ, പരിമിതമായ നമ്മുടെ എൻ്റർടൈൻമെൻറ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ സഹപാഠികളുമായി സഹകരിച്ച് നിൽക്കുക. എന്നാൽ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചില ദീനിയായ ചില നിയമങ്ങൾ പാലിച്ചു പോകുന്ന ആളുകളാണ്. അപ്പോൾ നമുക്കത് വളരെ കൃത്യതയോടുകൂടെ നിലനിൽക്കാനും അതിലെന്തെങ്കിലും തകരാറുകൾ വരാതിരിക്കാനും അതിനോട് പ്രതിബദ്ധത പുലർത്തുന്നവരോടൊപ്പം കൂട്ടുചേരുമ്പോൾ നമുക്കത് സഹായകമായി തീരും. ഇപ്പോൾ നിസ്കരിക്കുന്നൊരു കുട്ടിയോടൊപ്പമാണ് നമുക്ക് കൂട്ടുകെട്ടെങ്കിൽ നമുക്ക് പള്ളിയിൽ പോകാനൊരു കൂട്ടായിട്ട് അവനുണ്ടായിരിക്കും, ആളുണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾക്ക് പഠനത്തിനാണ് താല്പര്യമെങ്കിൽ പഠിക്കുന്നൊരു കുട്ടിയോടൊപ്പം നമ്മൾ ചേരുമ്പോൾ പഠനത്തിനുള്ള പ്രചോദനങ്ങൾ ഉണ്ടാവും. പഠിക്കാത്തൊരു കുട്ടിയോട് നമ്മൾ കമ്പനി ആകുമ്പോൾ നമ്മൾ പഠിക്കാതിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളിലും പൊതുവായ കാര്യങ്ങളിൽ നമ്മളെല്ലാവരും സഹകരിക്കുകയും ദീനിയായ മര്യാദകൾ പാലിച്ചു പോകാൻ ആവശ്യമായ ദീനി അച്ചടക്കമുള്ളവരോടൊപ്പം ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടുകൂടുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.